+1 മാത്തമാറ്റിക്സ് ടെസ്റ്റിലെ 5ാമത്തെ യൂണിറ്റാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് ദി ഫോം a+ib ആയിരിക്കും. അതായത് a+ib എന്ന രൂപത്തിൽ എഴുതാവുന്ന ഒരു നമ്പർ ആയിരിക്കും കോംപ്ലക്സ് നമ്പർ. ഇതിലെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. ആൻഡ് ഐയുടെ വാല്യൂ, ഈ സിമ്പിൾ ഐയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. i √(-1) ആണ്. അപ്പോൾ a+ib എന്ന രൂപത്തിൽ എഴുതാവുന്ന ഒരു നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഐയുടെ വാല്യൂ √-1 ആണ്. ഇനി സാധാരണയായിട്ട് നമ്മൾ z കൊണ്ടാണ് കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ലെറ്റ് z a+ib എന്ന് എടുക്കാം. അതായത് a+ib എന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ z കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇനി z എന്ന കോംപ്ലക്സ് നമ്പർ a+ib ആണെങ്കിൽ അതിൽ a എന്ന ഭാഗത്തിന്, എയും ബിയും റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു, ഇതിലെ a എന്ന ഭാഗത്തിന് ഇതിൻ്റെ റിയൽ പാർട്ട് ഓഫ് എന്ന് പറയുന്നു, ഇസഡിൻ്റെ റിയൽ പാർട്ട്, അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട്, നമുക്കത് RE ഓഫ് z എന്ന് ഡിനോട്ട് ചെയ്യാം. ഹിയർ a ഈസ് കോൾഡ് ദി റിയൽ പാർട്ട് ഓഫ് z, റിയൽ പാർട്ട് ഓഫ് z ഡിനോട്ടഡ് ബൈ, റിയൽ പാർട്ട് ഓഫ് z നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, RE ഓഫ് z, ബ്രാക്കറ്റിൽ z എഴുതുന്നു. അതുകൊണ്ട് ഈ ഐയുടെ കൂടെ വരുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഇമാജിനറി പാർട്ട് ബി എന്താണ്, ഇമാജിനറി പാർട്ട് ഓഫ് z. ഇമാജിനറി പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, IM ഓഫ് z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇമാജിനറി പാർട്ടിനെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ലെറ്റ് z = 3 + 2i. നമ്മൾ സാധാരണ നമ്പർ എഴുതുമ്പോൾ നമ്പറിന് ശേഷമാണ് i എഴുതാറുള്ളത്. അതേസമയം ജനറലായിട്ട് ഇത് കണക്ക് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ഐക്ക് ശേഷം അടുത്ത ആൽഫബറ്റ്, ഇമാജിനറി പാർട്ട് വരുന്ന ആൽഫബറ്റ് എഴുതുന്നു. ഇവിടെ z = 3 + 2i ആണ്. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് 3യും ഇമാജിനറി പാർട്ട് ഏതാണ്, ഐയുടെ കൂടെ വരുന്ന ഈ നമ്പർ 2. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം, RE ഓഫ് z, റിയൽ പാർട്ട് ഓഫ് z = 3 ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z, IM ഓഫ് z = 2. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ലെറ്റ് z1 = 5 - √2i, 5 - √2i. ഹിയർ റിയൽ പാർട്ട് ഓഫ് z1 = 5 ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z1 = 2. ഇവിടെ ഐയുടെ കൂടെ വരുന്ന നമ്പർ √2 എന്ന് മാത്രം എടുത്താൽ പോരാ, ഈ മൈനസും കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ -√2. ഇനി നമുക്ക് മോഡുലസ് എന്താണെന്ന് നോക്കാം. മോഡുലസ് z എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ z = a+ib ആണെങ്കിൽ, z = a+ib ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദെൻ മോഡുലസ് ഓഫ് z = √(a² + b². z = a+ib ആണെങ്കിൽ മോഡുലസ് ഓഫ് z = √(a² + b². അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് z = ഇവിടെ a എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും b ഇമാജിനറി പാർട്ടുമാണ്. റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് z സ്ക്വയർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് z = നമ്മൾ നേരത്തെ എടുത്ത 3 + 2i തന്നെ എടുക്കാം. 3 + 2i, ദെൻ മോഡുലസ് ഓഫ് z = റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. ഇവിടെ റിയൽ പാർട്ട് ഓഫ് z 3 ആണ്. അപ്പോൾ 3² പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് z 2 സ്ക്വയർ, ദാറ്റ്സ് = √9 + 4 = √13. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. 5 - 2i ആണ്. ഇഫ് z1 = 5 - √2i, 5 - √2i, ദെൻ മോഡുലസ് ഓഫ് z1 = റിയൽ പാർട്ട് സ്ക്വയർ, ദാറ്റ് ഈസ് 5² പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, ഇവിടെ -√2ൻ്റെ സ്ക്വയർ, ദാറ്റ്സ് √5ൻ്റെ സ്ക്വയർ 25 പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് ആവും. ദെൻ √2ൻ്റെ സ്ക്വയർ 2 ആണ്.
ദാറ്റ്സ് ഈക്വൽ ടു √27 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മോഡുലസ് കാണാം. ഇനി നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു z ഈക്വൽ ടു a പ്ലസ് ib എന്നൊരു കോംപ്ലക്സ് നമ്പർ എടുക്കാം. ഇഫ് z ഈക്വൽ ടു a പ്ലസ് ib, then conjugate of z, കോഞ്ചുഗേറ്റ് ഇസഡിൻ്റെ കോഞ്ചുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഇസഡ് ബാർ എന്നാണ്. ഈസ് ഇസഡ് ബാർ, ഇസഡ് എഴുതി മുകളിലൊരു വര കൊടുക്കുന്നു, ഈക്വൽ ടു എ പ്ലസ് ഐ ബിയുടെ കോഞ്ചുഗേറ്റ് കിട്ടാനായിട്ട് ഇതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ എ മൈനസ് ഐ ബി എന്ന് വരും. ഇസഡ് ബാർ ഈക്വൽ ടു എ മൈനസ് ഐ ബി. എക്സാമ്പിൾ നോക്കിക്കൊള്ളുക. ഇഫ് ഇസഡ് ഈക്വൽ ടു 3 + 2y, ദെൻ ഇസഡിൻ്റെ കോഞ്ചുഗേറ്റ് നമുക്ക് ഇസഡ് ബാർ എന്ന് എഴുതാം. ഇസഡ് ബാർ ഈക്വൽ ടു ഇവിടെ ഇമാജിനറി പാർട്ട് 2 ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -2 കിട്ടും. 3 - 2y. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ, ഇഫ് z1 ഈക്വൽ ടു 5 - √2y, ദെൻ z1 ബാർ ഈക്വൽ ടു, അതായത് z1ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ -√2 ആണ് ഇമാജിനറി പാർട്ട്. അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ +√2 ആവും. 5 + √2y. കോഞ്ചുഗേറ്റ് കാണുമ്പോൾ റിയൽ പാർട്ടിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തതായിട്ട് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലെറ്റ് z1 ഈക്വൽ ടു a പ്ലസ് ib ആൻഡ് z2 ഈക്വൽ ടു c പ്ലസ് id. ദെൻ z1 + z2 ഈക്വൽ ടു, z1 z2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു കോംപ്ലക്സ് നമ്പറാണ്. ആ കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കുക. a + c + i × b + d. അതായത് z1 + z2 ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇനി z1 + z2ൻ്റെ റിയൽ പാർട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കിയേ. z1ൻ്റെ റിയൽ പാർട്ടായ എയും z2ൻ്റെ റിയൽ പാർട്ടായ സിയും കൂടെ കൂട്ടിയാൽ z1 + z2ൻ്റെ റിയൽ പാർട്ടായ a + c കിട്ടും. അതുപോലെ z1ൻ്റെ ഇമാജിനറി പാർട്ടായ ബിയും z2ൻ്റെ ഇമാജിനറി പാർട്ടായ ഡിയും തമ്മിൽ കൂട്ടിയാൽ z1 + z2ൻ്റെ ഇമാജിനറി പാർട്ട് കിട്ടും, അതായത് b + d. എക്സാമ്പിൾ, ലെറ്റ് z1 ഈക്വൽ ടു 3 + 2y ആൻഡ് z2 ഈക്വൽ ടു 2 + i. ദെൻ z1 + z2 ഈക്വൽ ടു, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു z1 + z2 ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിൻ്റെ റിയൽ പാർട്ട് കിട്ടാൻ എന്ത് ചെയ്യണം? z1ൻ്റെ റിയൽ പാർട്ടായ 3യും z2ൻ്റെ റിയൽ പാർട്ടായ 2ഉം തമ്മിൽ കൂട്ടണം. അപ്പോൾ 3 + 2 പ്ലസ്, ഇനി ഇമാജിനറി പാർട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. i × നമുക്ക് എഴുതാം. ദെൻ z1ൻ്റെ ഇമാജിനറി പാർട്ട് 2 പ്ലസ് z2ൻ്റെ ഇമാജിനറി പാർട്ട്, ഇവിടെ ഐയുടെ കൂടെ നമ്പറൊന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അത് 1 എന്ന് കരുതുക. അപ്പോൾ z2ൻ്റെ ഇമാജിനറി പാർട്ട് 1, ദാറ്റ്സ് ഈക്വൽ ടു 5 + i3 എന്ന് വരും. ഈക്വൽ ടു 5 + 3i നമുക്ക് എഴുതാം. 5 + 3i. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. സം ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് കിട്ടാൻ z1ൻ്റെയും z2ൻ്റെയും റിയൽ പാർട്ടുകൾ കൂട്ടുക. ഇമാജിനറി പാർട്ട് കിട്ടാൻ z1ൻ്റെ ഇമാജിനറി പാർട്ടും z2ൻ്റെ ഇമാജിനറി പാർട്ടും കൂട്ടുക. ഇനി നമുക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ കാണാം. ലെറ്റ് z1 ഈക്വൽ ടു 3 - i ആൻഡ് z2 ഈക്വൽ ടു 5 + 2y. ദെൻ z1 + z2 ഈക്വൽ ടു, ഇവിടെ റിയൽ പാർട്ട് കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടുത്തെ റിയൽ പാർട്ടായ 3യും ഇവിടുത്തെ റിയൽ പാർട്ടായ 5ഉം കൂട്ടുക. 3 + 5 പ്ലസ് i × ഇമാജിനറി പാർട്ട് കിട്ടാൻ നോക്കുക. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് -1 ആണ്. ഇവിടെ ഐയുടെ കൂടെ നമ്പറൊന്നും ഇല്ല, അപ്പോൾ 1 ആയിട്ട് കരുതുക. ദെൻ -1 ഉണ്ട്, -1 പ്ലസ് ഇവിടെ ഇമാജിനറി പാർട്ട് 2, ദാറ്റ്സ് ഈക്വൽ ടു 3 + 5 നമുക്ക് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 3 + 5 8 പ്ലസ് i × എത്ര വരും? -1 + 2 1, ദാറ്റ്സ് ഈക്വൽ ടു 8 + i എന്ന് എഴുതിയാൽ മതി. ഇമാജിനറി പാർട്ട് 1 വരുമ്പോൾ നമ്മൾ ആ 1 ഐയുടെ കൂടെ എഴുതാറില്ല, i മാത്രമേ എഴുതാറുള്ളൂ. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലെറ്റ് z1 ഈക്വൽ ടു a + ib ആൻഡ്
Z2 ഈക്വൽ ടു C പ്ലസ് ID. ടെസ്ലയുടെ ഡെഫിനിഷൻ അനുസരിച്ച് Z1 മൈനസ് Z2 എന്നത് Z1 മൈനസ് Z2 ഈക്വൽ ടു Z1 പ്ലസ് മൈനസ് Z2 എന്ന രൂപത്തിലാണ് വരുന്നത്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് Z1 മൈനസ് Z2, അതായത് Z1 നിന്ന് Z2 കുറയ്ക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. അതിങ്ങനെ എഴുതാം: Z1 മൈനസ് Z2 ഈക്വൽ ടു, ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇതിൻ്റെ റിയൽ പാർട്ട് കിട്ടാൻ Z1ൻ്റെ റിയൽ പാർട്ടിൽ നിന്നും Z2ൻ്റെ റിയൽ പാർട്ട് കുറയ്ക്കുക, അതായത് A മൈനസ് C പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ട് കിട്ടാൻ എന്ത് ചെയ്യണം? Z1ൻ്റെ ഇമാജിനറി പാർട്ടിൽ നിന്നും Z2ൻ്റെ ഇമാജിനറി പാർട്ട് കുറയ്ക്കുക, B മൈനസ് D. അതായത് നമ്മൾ സം കണ്ടുപിടിക്കാൻ ചെയ്ത കണക്ക് തന്നെ സമ്മിൽ റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടിയാൽ സമ്മിൻ്റെ റിയൽ പാർട്ട് കിട്ടുമായിരുന്നു. അതുപോലെ ഡിഫറൻസ് കാണാനും Z1ൻ്റെ റിയൽ പാർട്ടായ എയിൽ നിന്നും Z2ൻ്റെ റിയൽ പാർട്ടായ C കുറയ്ക്കുക. അതുപോലെ Z1ൻ്റെ ഇമാജിനറി പാർട്ടായ ബിയിൽ നിന്നും Z2ൻ്റെ ഇമാജിനറി പാർട്ടായ D കുറയ്ക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു 3 പ്ലസ് 5y ആൻഡ് Z2 ഈക്വൽ ടു 2 plus 3i. Then Z1 minus Z2 ഈക്വൽ ടു, Z1 മൈനസ് Z2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് കിട്ടാൻ Z1ൻ്റെ റിയൽ പാർട്ടായ 3യിൽ നിന്നും Z2ൻ്റെ റിയൽ പാർട്ടായ 2 കുറയ്ക്കുന്നു. 3 മൈനസ് 2 പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ട് കിട്ടാൻ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 5 മൈനസ് ഇവിടെ 3, 5 മൈനസ് 3, ദാറ്റ്സ് ഈക്വൽ ടു 3 മൈനസ് 2 1 പ്ലസ് 5 മൈനസ് 3 2 ആണ്. 1 പ്ലസ് I ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് 2i നമുക്ക് എഴുതാം. 1 പ്ലസ് 2i. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു 5 പ്ലസ് I ആൻഡ് Z2 ഈക്വൽ ടു മൈനസ് 7 മൈനസ് 2y. ദെൻ Z1 മൈനസ് Z2 ഈക്വൽ ടു, റിയൽ പാർട്ട് കിട്ടുന്നത് എന്ത് ചെയ്യണം? 5ൽ നിന്ന് മൈനസ് 7 കുറയ്ക്കണം. 5 മൈനസ് മൈനസ് 7 പ്ലസ് I ഇൻറ്റു ഇവിടെ 1 ആണ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട്. അപ്പോൾ 1 മൈനസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് മൈനസ് 2, 1 മൈനസ് മൈനസ് 2, ദാറ്റ് ഈസ് 5 മൈനസ് മൈനസ് 7. മൈനസ് 7 കുറയ്ക്കാനായിട്ട് 7 കൂട്ടിയാൽ മതി. അപ്പോൾ 5 പ്ലസ് 7 ദാറ്റ് ഈസ് 12 പ്ലസ് ദെൻ 1 മൈനസ് മൈനസ് 2, മൈനസ് 2 കുറയ്ക്കാൻ 2 കൂട്ടുക, 1 പ്ലസ് 2 3, അപ്പോൾ 3i എന്ന് നമുക്ക് എഴുതാം. 12 പ്ലസ് 3i. അടുത്തതായിട്ട് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു a പ്ലസ് IB ആൻഡ് Z2 ഈക്വൽ ടു C പ്ലസ് ID. അപ്പോൾ ഇവയുടെ പ്രോഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z1 Z2 എന്നാണ്. Z1 Z2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇതും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. Z1 Z2 ഈക്വൽ ടു AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. ഓർക്കുക, Z1 Z2 ഈക്വൽ ടു AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ലെറ്റ് Z1 ഈക്വൽ ടു 2 പ്ലസ് 3i ആൻഡ് Z2 ഈക്വൽ ടു 1 പ്ലസ് 2i. ദെൻ Z1 Z2 ഈക്വൽ ടു, അപ്പോൾ ഇവിടെ Z1 Z2ൻ്റെ ഡെഫിനിഷൻ ഓർക്കുക, AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. അപ്പോൾ Z1നെ A പ്ലസ് IB ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് A പ്ലസ് IBയും Z1 2 പ്ലസ് 3iയും 2 പ്ലസ് 3i ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് 2, ബിയുടെ സ്ഥാനത്ത് ഇമാജിനറി പാർട്ട് നോക്കുക. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് 3 ആണ്. അപ്പോൾ B ഈക്വൽ ടു 3. ദെൻ Z2 1 പ്ലസ് 2i ആണ്. ആ 1 പ്ലസ് 2iയും ഇവിടുത്തെ C പ്ലസ് IDയും ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ C ഈക്വൽ ടു 1, D ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദെൻ Z1 Z2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. Z1 Z2 ഈക്വൽ ടു, നമുക്ക് ആദ്യം ക്വസ്റ്റൻ എഴുതാം, AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. ദാറ്റ്സ് ഈക്വൽ ടു
എ സി എത്രയാണ്? 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 മൈനസ് ബി ഇൻറ്റു ഡി 3 ഇൻറ്റു 2 പ്ലസ് ഐ ഇൻറ്റു എ ഡി 2 ഇൻറ്റു 2 പ്ലസ് ബി സി 3 ഇൻറ്റു 1. That's equal to 2 minus 6 plus I into 4 plus 3. That's equal to 2 minus 6, that is minus 4 plus 4 plus 3 7 ആണ്. അപ്പോൾ minus 4 plus 7i. ഇത് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കാണാതെ അറിയത്തില്ലെങ്കിലും ഈ പ്രോബ്ലം ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിക്കാതെ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മളെടുത്ത Z1 ഇതായിരുന്നു. Z1 ഈക്വൽ ടു 2 പ്ലസ് 3i, Z2 ഈക്വൽ ടു 1 പ്ലസ് 2i. ദെൻ Z1 Z2 ഈക്വൽ ടു, നമുക്ക് Z1നും Z2നും പകരം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് കൊടുക്കാം. 2 പ്ലസ് 3i ഇൻറ്റു 1 പ്ലസ് 2i. ഇനി നമ്മൾ സാധാരണ പോളിനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദറ്റ് ഈസ് 2 ഇൻറ്റു 1 പ്ലസ്, ഇനി 2 കൊണ്ട് 2iയെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 2i പ്ലസ്, ദെൻ ഇവിടുത്തെ 3i കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം 2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ 2 ഇൻറ്റു 2i, ദെൻ 3i ഇൻറ്റു 1, 3i ഇൻറ്റു 1 പ്ലസ്, ദെൻ 3i ഇൻറ്റു 2i, 3i കൊണ്ട് 2iയെ ചെയ്യുന്നു, 3i ഇൻറ്റു 2i. ഇനി നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യുന്നു. ആദ്യം 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2 പ്ലസ് 2 ഇൻറ്റു 2i ദാറ്റ് ഈസ് 4i പ്ലസ് 3i ഇൻറ്റു 1, ഇപ്പോൾ 3 ഇൻറ്റു 1 3 ആണ്, ഇൻറ്റു i വരുമ്പോൾ 3i പ്ലസ് 3i ഇൻറ്റു 2i, ഇപ്പോൾ 3 ഇൻറ്റു 2 6 ആണ്, i ഇൻറ്റു i സ്ക്വയർ വരും, ഇപ്പോൾ 6 ഇൻറ്റു i സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 പ്ലസ്, ദെൻ 4iയും 3iയും കൂട്ടുക, അപ്പോൾ 7i വരും. അതാണ് നമ്മുടെ ഇമാജിനറി പാർട്ടായിട്ട് കിട്ടുന്നത്. ദെൻ പ്ലസ് 6 ഇൻറ്റു ഐ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്, അപ്പോൾ ഐ സ്ക്വയറിന് -1 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് 2 പ്ലസ് 7i, ദെൻ 6 ഇൻറ്റു -1 പ്ലസ് -6 എന്ന് വരും. ഇനി 2ഉം -6ഉം കൂടെ ആഡ് ചെയ്ത് ഈക്വൽ ടു 2 പ്ലസ് -6 പ്ലസ് 7i. ദാറ്റ്സ് ഈക്വൽ ടു 2 പ്ലസ് -6 -4 പ്ലസ് 7i എന്ന് വരും. അതായത് നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്തെടുക്കുന്നു. ഇനി ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആയിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടി വരും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 കൊടുത്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക, അപ്പോൾ -4 പ്ലസ് 7i എന്ന് കിട്ടും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ, ലെറ്റ് Z1 ഈക്വൽ ടു 6 പ്ലസ് 3i ആൻഡ് Z2 ഈക്വൽ ടു 2 മൈനസ് i. ദെൻ Z1 Z2 ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാതെ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് കാണാം. അപ്പോൾ Z1നും Z2നും പകരം ഈ നമ്പേഴ്സ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 6 പ്ലസ് 3i ഇൻറ്റു 2 മൈനസ് i. സാധാരണ രീതിയിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ത് വേണം? 6 കൊണ്ട് ഇതിലെ ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 2 പ്ലസ്, അടുത്തത് 6 ഇൻറ്റു -i, 6 ഇൻറ്റു -i പ്ലസ്, അടുത്ത് 3i കൊണ്ട് ഇതിൽ ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3i ഇൻറ്റു 2 പ്ലസ് 3i ഇൻറ്റു -i. ദെൻ ഇനി റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6 ഇൻറ്റു 12, ദെൻ പ്ലസ് 6 ഇൻറ്റു -i -6i പ്ലസ് 3i ഇൻറ്റു 2 ദാറ്റ് ഈസ് 6i, 3 6 ഇൻറ്റു i പ്ലസ് 3i ഇൻറ്റു -i, അപ്പോൾ എന്ത് വരും? -3i സ്ക്വയർ വരും. i ഇൻറ്റു i സ്ക്വയർ, -i ഉള്ളതുകൊണ്ട് -3i സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി നോക്കുക, -6iയും പ്ലസ് 6iയും കൂടെ ക്യാൻസലാവും, പോയിട്ട് 12, ദെൻ പ്ലസ് -3 ഇൻറ്റു ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1, ദാറ്റ് ഈസ് 12 പ്ലസ് 3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇതൊരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 15 പ്ലസ്
0i എന്ന് എഴുതാം. ഇവിടെ ഇമാജിനറി പാർട്ട് 0 ആണെന്ന് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്യൂർലി റിയൽ നമ്പർ എന്ന് നമുക്ക് പറയാം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ടാണ് അടുത്തത്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും തമ്മിലുള്ള പ്രോഡക്റ്റ്. അപ്പോൾ a+ib, അതിന് a+ib കോഞ്ചുഗേറ്റ് a-ib ആണ്. അപ്പോൾ a+ib ഇൻറ്റു a-ib ഈക്വൽ ടു a² + b² എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. a+ib ഇൻറ്റു a-ib ഈക്വൽ ടു a² + b². ഇവിടെ എ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ബി ഇമാജിനറി പാർട്ടുമാണ്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. a+ib z എന്ന് സൂചിപ്പിച്ചാൽ ഇസഡിൻ്റെ കോഞ്ചുഗേറ്റ് z ബാർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. z ഈക്വൽ ടു, ഇനി ഓർക്കുക, മോഡുലസ് ഓഫ് z ഈക്വൽ ടു √a² + b² ആണ്. മോഡുലസ് ഓഫ് z √a² + b² ആണ്. ദെർഫോർ a² + b² ഈക്വൽ ടു, സ്ക്വയർ ചെയ്താൽ മതിയില്ല, മോഡുലസ് ഓഫ് ഇസഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് z ഈക്വൽ ടു മോഡ് z². ഈ രൂപത്തിൽ വേണമെങ്കിലും ഇത് ഓർത്തിരിക്കാവുന്നതാണ്. ഇത് നമുക്ക് പലതവണ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. 2 + 3i ഇൻറ്റു 2 - 3i ഈക്വൽ ടു, ഇവിടെ റിയൽ പാർട്ട് 2 ആണ്. അപ്പോൾ 2² + a+ib ഇൻറ്റു a-ib ഈക്വൽ ടു a² + b² ആണ്. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് 2ഉം ഇമാജിനറി പാർട്ട് 3യുമാണ്. അതുകൊണ്ട് 2² + 3², ദാറ്റ്സ് ഈക്വൽ ടു 4 + 9 ഈക്വൽ ടു 13. മറ്റേ എക്സാമ്പിളായിട്ട് നമുക്ക് 3 - 2i ഇൻറ്റു 3 + 2i ആണെങ്കിലും കോംപ്ലക്സ് നമ്പേഴ്സ് ഏത് രൂപത്തിൽ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. 3 - 2i ഇൻറ്റു 3 + 2i എന്ന പ്രോഡക്റ്റും തിരിച്ച് 3 + 2i ഇൻറ്റു 3 - 2i എന്ന പ്രോഡക്റ്റും സെയിം ആയിരിക്കും. നമുക്ക് ഇത് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്താൽ മതി. ദാറ്റ് ഈസ് 3² + -2² എടുക്കണമെന്നില്ല, 2² എടുത്താലും മതി. 2², ദാറ്റ്സ് ഈക്വൽ ടു 9 + 4 ഈക്വൽ ടു 13. അടുത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇസഡിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ z⁻⁻1, z ഇൻവേഴ്സ് എന്ന് വായിക്കുക, z⁻⁻1 എന്നാണ് എഴുതുന്നത്. നമുക്ക് അതിനുള്ള ഇക്വേഷൻ ഇതാണ്. z ഇൻവേഴ്സ് ഈക്വൽ ടു z⁻/mod z². z⁻/mod z². ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചിരുന്നത്. ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പെട്ടെന്ന് കാണാം. എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് of 2 + 3i. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. z ഇൻവേഴ്സ് ഈക്വൽ ടു z⁻/mod z² ആണ്. അപ്പോൾ ഇവിടെ z എന്ന് പറയുന്നത് 2 + 3i ആണ്, നമുക്ക് തന്നിരുന്ന കോംപ്ലക്സ് നമ്പർ. ദെൻ z-ൻ്റെ കോഞ്ചുഗേറ്റ് എത്രയാണ്? 2 - 3i. അതുപോലെ മോഡുലസ് ഓഫ് z ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ, ദാറ്റ് ഈസ് 2² + 3², ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ 4ഉം ഇവിടെ 9ഉം വരും, 9 4 13, √13 വരും. നമുക്ക് മോഡൽ സെറ്റിൻ്റെ സ്ക്വയറാണ് വേണ്ടത്, അതുകൊണ്ട് ഇനി റൂട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി വാല്യൂസ് കൊടുക്കാം. z⁻2 - 3i, 2 - 3i/ മോഡ് സെറ്റിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ 13 വരും. ദെൻ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2/13 -3/13 ഇൻറ്റു i. റിയൽ പാർട്ട് 2/13ഉം ഇമാജിനറി പാർട്ട് -3/13. അപ്പോൾ ഇസഡിൻ്റെ 2 + 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 2/13 - 3/13i. ഇവിടെ ഇസഡിൻ്റെ ഇൻവേഴ്സ് കാണാൻ ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 2 + 3iയുടെ ഇൻവേഴ്സ് ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 + 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ 2 + 3i⁻⁻1 ഈക്വൽ ടു 1/2 + 3i എന്ന് എഴുതുന്നു. ദെൻ ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്, ഡിനോമിനേറ്ററിൽ ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറാണുള്ളത്, അതിനെ ഒരു പ്യുവർലി റിയൽ നമ്പറാക്കി മാറ്റാനായിട്ട് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 1/2 + 3i ഇൻറ്റു ദെൻ 2 + 3iയുടെ കോഞ്ചുഗേറ്റ് 2 - 3i, 2 - 3i/2
2 minus 3i. That's equal to 2 minus 3i by 2 plus 3i into 2 minus 3i എന്ന് വരും. ഈക്വൽ ടു 2 മൈനസ് 3i ബൈ, ഇവിടെ നോക്കുക, ഒരു കോംപ്ലക്സ് നമ്പരും അതിൻ്റെ കോഞ്ചുഗേറ്റും കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഓർക്കുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, അല്ലെങ്കിൽ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. അതും അല്ലെങ്കിൽ ഓർക്കുക ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ എന്ന്. ഇസഡ് ബാർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ, അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ഇക്വേഷൻ ഏതെങ്കിലും ഓർക്കുക. അപ്പോൾ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിൽ കാണാം. അപ്പോൾ 2 പ്ലസ് 3i ഇൻറ്റു 2 മൈനസ് 3i ഈക്വൽ ടു ഇതിൻ്റെ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2 മൈനസ് 3i ബൈ 4 പ്ലസ് 9 13 വരും. അപ്പോൾ ഇവിടെ നോക്കുക, കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ ഒരു പ്യൂർലി റിയൽ നമ്പർ ആയിട്ട് മാറി, അതിൽ ഇമാജിനറി പാർട്ട് ഇല്ലാതായി. ദെൻ ഇനി നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 2/13 മൈനസ് 3/13 ആയി. ഇപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കാണാനുള്ള രണ്ട് മാർഗ്ഗമുണ്ട്. ഒന്ന് ഇസഡ് ഇൻവേഴ്സ് ഈക്വൽ ടു ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ചെയ്ത കണക്ക് ഇസഡ് ഇൻവേഴ്സ് ഈക്വൽ ടു 1/z എന്നുള്ള രൂപത്തിലെടുത്തുകൊണ്ട് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ സിംപ്ലിഫൈ ചെയ്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക. ഇതിലേതെങ്കിലും മാർഗ്ഗത്തിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ്. ഇപ്പം കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ നേരിട്ട് ചോദിക്കാറില്ല, പക്ഷേ ഒരു കോഷ്യൻ്റ് തന്നിട്ട് അതിനെ എ പ്ലസ് ഐ ബി രൂപത്തിൽ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്രസ് 5 പ്ലസ് റൂട്ട് 2i ബൈ 1 മൈനസ് റൂട്ട് 2i ഇൻ ദി ഫോം എ പ്ലസ് ഐ ബി. ഇവിടെ ഒരു കോഷ്യൻ്റ് ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓരോ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എ പ്ലസ് ഐ ബി എന്ന രൂപത്തിൽ എഴുതണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 5 പ്ലസ് റൂട്ട് 2i ബൈ 1 മൈനസ് റൂട്ട് 2i ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ചെയ്ത കണക്ക് തന്നെ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം ഓർക്കുക, ഡിനോമിനേറ്റർ ഒരു പ്യൂർലി റിയൽ നമ്പറായി മാറിക്കോളും. അപ്പോൾ 5 പ്ലസ് റൂട്ട് 2i ബൈ 1 മൈനസ് റൂട്ട് 2i ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് ഓർക്കുക, ഇവിടെ ഇമാജിനറി പാർട്ട് മൈനസ് റൂട്ട് 2 ആണ്. അപ്പോൾ അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഞ്ചുഗേറ്റ് കിട്ടും. അപ്പോൾ 1 പ്ലസ് റൂട്ട് 2i, 1 പ്ലസ് റൂട്ട് 2i ബൈ 1 പ്ലസ് റൂട്ട് 2i. ദാറ്റ്സ് ഈക്വൽ ടു 5 പ്ലസ് റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i ബൈ 1 മൈനസ് റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i ഈക്വൽ ടു ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സാധാരണ കണക്ക് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5 കൊണ്ട് 1നെയും റൂട്ട് 2iനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഗുണം 1 5 പ്ലസ് 5 ഇൻറ്റു റൂട്ട് 2i 5 റൂട്ട് 2i എന്നേ എഴുതാൻ പറ്റുള്ളൂ. കാരണം 5 റാഷണൽ നമ്പരും റൂട്ട് 2 ഇറാഷണൽ നമ്പരുമാണ്. അപ്പോൾ നമുക്ക് 5 റൂട്ട് 2i എന്നേ എഴുതാൻ പറ്റുള്ളൂ. ദെൻ റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i പ്ലസ് റൂട്ട് 2i ഇൻറ്റു റൂട്ട് 2i. ഓർക്കുക, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 2ൻ്റെ സ്ക്വയർ i ഇൻറ്റു iയുടെ സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ ഇൻറ്റു i സ്ക്വയർ എന്ന് വരും. ബൈ ഡിനോമിനേറ്റർ നോക്കുക, 1 മൈനസ് റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i, ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അതിൻ്റെ കോഞ്ചുഗേറ്റ്. നമുക്ക് തിരിച്ച് വേണമെങ്കിലും കാണാം 1 പ്ലസ് റൂട്ട് 2i ഇൻറ്റു 1 മൈനസ് റൂട്ട് 2i എന്ന് വേണമെങ്കിലും ഇതിനെ കരുതാം. അപ്പോൾ ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ, അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് ഓർക്കുക. അതായത് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. റിയൽ പാർട്ട് 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് റൂട്ട് 2 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 5 പ്ലസ് നോക്കുക 5 റൂട്ട് 2i പ്ലസ് റൂട്ട് 2i. അപ്പോൾ നമുക്ക് 6 റൂട്ട് 2i എന്ന് എഴുതാം. 6 റൂട്ട് 2i. ദെൻ റൂട്ട് 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2. iയുടെ സ്ക്വയർ -1 പ്ലസ് 2 ഇൻറ്റു -1 ബൈ 1 പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ 2. ദാറ്റ്സ് ഈക്വൽ ടു, ദാറ്റ് ഈസ് 5 ഉണ്ട്, ഇവിടെ 2 ഇൻറ്റു -1 -2 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം?
5 plus minus 2 plus 6 root 2i by 2 plus 1 3. Then 5 plus minus 2 3. That's equal to 3 plus 6 root 2i by 3. Then real part imaginary part separate ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് രണ്ടായിട്ട് മാറ്റാം. That is 3 by 3 plus 6 root 2i by 3. That's equal to 3 by 3 1. 1 plus 3 6 ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പോയിട്ട് ഇവിടെ 2 വരും. 2 root 2i. അപ്പോൾ റിയൽ പാർട്ട് 1, ഇമാജിനറി പാർട്ട് 2 root 2. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ ഒരു കോഷ്യൻ്റായിട്ട് ഫ്രാക്ഷനായിട്ട് വന്നിരിക്കുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ ഇനി a+ib രൂപത്തിൽ എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ ഒരു പ്യൂർലി റിയൽ നമ്പറായി മാറിക്കോളും. ദെൻ നമുക്ക് a+ib എന്ന രൂപത്തിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് മാറ്റാനും പറ്റും. ഈ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഐയുടെ പവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഓർക്കുക, i² ഈക്വൽ ടു -1 ആണ്. കാരണം ഐയുടെ വാല്യൂ i = √-1 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ i² ഈക്വൽ ടു -1, ദെൻ i³ ഈക്വൽ ടു -i ആൻഡ് i⁴ ഈക്വൽ ടു 1. ഇത്രയും കാര്യങ്ങൾ കാണാൻ ബൈ ഹാർട്ടായിരിക്കണം. i = √-1, i² ഈക്വൽ ടു -1, i³ ഈക്വൽ ടു -i ആൻഡ് i⁴ ഈക്വൽ ടു 1. ഇനി ഇതിനേക്കാൾ വലിയ ഇപ്പോൾ i⁻10 എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 10 ഐയുടെ പവറായിട്ട് വന്നിരിക്കുന്ന സംഖ്യ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. ഇവിടെ 10 ആണ്. 10 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 10 തൊട്ട് പുറകിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 8 ആണ്. അപ്പോൾ നമുക്കിതിനെ i⁻8 × i² എന്ന് എഴുതാം. കാരണം a⁻m × a⁻n = a⁻m + n. ഇത് ഓർത്തിരിക്കുക. ഇത് ഉപയോഗിച്ച് നമുക്ക് i⁻10നെ i⁻8 × i² എന്ന് എഴുതാം. ദെൻ ഐയുടെ i⁴ 1 ആയതുകൊണ്ട് 4ൻ്റെ ഏത് മൾട്ടിപ്പിൾ പവറായിട്ട് വന്നാലും അതിൻ്റെ എല്ലാം വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, i⁴n ഈക്വൽ ടു 1 ആയിരിക്കും. 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഐയുടെ പവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ i⁻8ൻ്റെ വാല്യൂ 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 × i²ൻ്റെ വാല്യൂ -1. 1 × -1 ഈക്വൽ ടു -1. i⁻100 ആണ് വരുന്നതെങ്കിൽ 100 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ i⁻35 വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 35ന് തൊട്ട് പുറകിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. കാരണം 35 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 35ന് തൊട്ട് പുറകിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ 32 ആണ്. അപ്പോൾ i⁻32 × ദെൻ 32 3 ആണ് 35. അപ്പോൾ i³ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു i⁻32 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് i⁻32ൻ്റെ വാല്യൂ 1 × i³ വാല്യൂ -i. ദാറ്റ്സ് ഈക്വൽ ടു -i. ഇനി ഐയുടെ പവറായിട്ട് നെഗറ്റീവ് സംഖ്യകൾ വന്നാൽ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് i⁻−5. അപ്പോൾ നമ്മൾ ഓർക്കുക, a⁻−n എന്നാൽ 1/a⁻n ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെഴുതാം? i⁻−5 = 1/i⁵ എന്ന് എഴുതാം. ഇനി i⁵നെ നമ്മൾ നേരത്തെ ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് 1/i⁵. 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷേ 5ന് തൊട്ട് പുറകിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ 4 ആണ്. അപ്പോൾ i⁴ × i എന്നെഴുതാം. i⁴ × i. ദാറ്റ്സ് ഈക്വൽ ടു i⁴ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1/1 × i ഈക്വൽ ടു 1/i എന്ന് കിട്ടും. ഈക്വൽ ടു ഇനി അപ്പോൾ ഈ 1/i എന്നുള്ളത് നോക്കുക. ഡിനോമിനേറ്റർ ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഇതിലെ ഈ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് പാർട്ട് i ഒഴിവാക്കാനായിട്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ ഒരു i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ i × i i² മാറും. i² വാല്യൂ -1 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിനെ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/i × i/i. ദാറ്റ്സ് ഈക്വൽ ടു ദെൻ 1 × i i/i × i². ദാറ്റ്സ് ഈക്വൽ ടു i/-1. i/-1 നമുക്ക് എങ്ങനെ എഴുതാം? -i എന്ന് എഴുതാം. ഇനി ഇവിടെ ഓർക്കുക, ഇവിടെ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം i³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വാല്യൂവിന് വ്യത്യാസം വരില്ല. കാരണം i × i³ i⁴ ആവും. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആയി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ i³ -i എന്ന് തന്നെ കിട്ടും. ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നോക്കിക്കൊള്ളുക. 1/i = 1/i × ഇപ്പം ഡിനോമിനേറ്ററിനെ നമ്മൾ i³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. × i³
ന്യൂമറേറ്ററിലും ഇൻറ്റു ഐ ക്യൂബ്. ദാറ്റ്സ് ഈക്വൽ ടു 1 × i ക്യൂബ് എന്ത് വരും? ഐ ക്യൂബ് ബൈ ഐ ഇൻറ്റു ഐ ക്യൂബ് ഐ റേസ് ടു 4. ഐ ക്യൂബിൻ്റെ വാല്യൂ -i, ഐ റേസ് ടു 4ൻ്റെ വാല്യൂ 1. അപ്പോഴും നമുക്ക് -i എന്നുള്ള ആൻസർ തന്നെ കിട്ടും. അപ്പോൾ അത് നമ്മൾ സൗകര്യപ്രദമായിട്ട് ഏതെങ്കിലും ഐ കൊണ്ടോ ഐ ക്യൂബ് കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐയെ ഒഴിവാക്കി മാറ്റാം. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ റേസ് ടു -13. ഇതിനെ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം? ഐ റേസ് ടു -13 ഈക്വൽ ടു 1/i റേസ് ടു 13 എന്ന് എഴുതാം. 1/i റേസ് ടു 13. ദെൻ ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 13 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 13 തൊട്ട് മുമ്പുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ 36 ആണ്. ദാറ്റ് ഈസ് 1/i റേസ് ടു 36 ഇൻറ്റു ഐ റേസ് ടു 3 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 1/i റേസ് ടു 36ൻ്റെ വാല്യൂ 1 ഇൻറ്റു ഐ ക്യൂബിൻ്റെ വാല്യൂ -i. ദാറ്റ്സ് ഈക്വൽ ടു 1/-i എന്ന് കിട്ടും. ഇനി ഇവിടെയും ഡിനോമിനേറ്ററിൽ ഒരു ഐ ഉണ്ട്. ഐയെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഐ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഐ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 1/-i ഇൻറ്റു i/i. ദാറ്റ്സ് ഈക്വൽ ടു ന്യൂമറേറ്റർ എന്താവും? ഐ ബൈ ഡിനോമിനേറ്റർ -i ഇൻറ്റു ഐ സ്ക്വയർ -i² എന്ന് വരും. ദാറ്റ് ഈസ് i ബൈ മൈനസ് ഓഫ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 -1 ദാറ്റ് ഈസ് i/1 ഈക്വൽ ടു ഐ എന്ന് കിട്ടും. അപ്പോൾ ഐ റേസ് ടു -13ൻ്റെ വാല്യൂ ഐ എന്ന് കിട്ടി. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത്രയും സിംപ്ലിഫിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. അതായത് ഐ റേസ് ടു -13 ഈക്വൽ ടു 1/i റേസ് ടു 13 എന്നായി. ദാറ്റ്സ് ഈക്വൽ ടു, ഇതൊരു ഷോർട്ട് കട്ടാണ്, നോക്കുക. അപ്പോൾ ഇവിടെ ഐ റേസ് ടു 13 ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡിനോമിനേറ്ററിലെ ഐയെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ ക്രിയകളൊക്കെ സിംപ്ലിഫിക്കേഷനൊക്കെ നടത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡിനോമിനേറ്ററിലെ ഐയെ ഒഴിവാക്കാൻ നമുക്ക് ശ്രമിച്ചാലോ? ഇപ്പോൾ ഡിനോമിനേറ്ററിലെ ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിളാക്കി മാറ്റിയാൽ അതിൻ്റെ വാല്യൂ 1 മാറുമല്ലോ. ഐ റേസ് ടു 13നെ 4ൻ്റെ മൾട്ടിപ്പിളാക്കാൻ 13ൻ്റെ തൊട്ട് വലിയ 4ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക, 40 ആണ്. അപ്പോൾ ഇതിനെ ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ റേസ് ടു 40 കിട്ടും. നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/i റേസ് ടു 13 ഇൻറ്റു i/i എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു i/i റേസ് ടു 40. ദാറ്റ്സ് ഈക്വൽ ടു i/1 ഈക്വൽ ടു i എന്ന് തന്നെ കിട്ടും. ഐ റേസ് ടു 40യുടെ വാല്യൂ 1 ആയതുകൊണ്ട്. അപ്പോൾ ഇതിലും എളുപ്പത്തിലുള്ള സിംപ്ലിഫിക്കേഷനാണിത്. ഡിനോമിനേറ്ററിലെ ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിളാക്കി മാറ്റാനായിട്ട് ഐയുടെ ഏത് പവർ കൊണ്ടാണോ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് റെഡിയാകും, സിംപ്ലിഫൈ ചെയ്യുക. അടുത്തതായിട്ട് ഒരു നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയെന്നാണ്. ഉദാഹരണമായിട്ട് √3 നോക്കുക. നമുക്കിത് √3 ഇൻറ്റു √-1 എന്ന് എഴുതാം. √3 ഇൻറ്റു √-1. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു √3 ഇൻറ്റു √-1ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഐ എന്ന് സൂചിപ്പിച്ചു. ഐ റൂട്ടിന് വെളിയിൽ എഴുതണം. അപ്പോൾ √-3 ഈക്വൽ ടു √3i എന്ന് നമുക്ക് എടുക്കാം. ഇവിടെ പോസിറ്റീവ് റൂട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി. ദെൻ √-4 ആണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു √4 ഇൻറ്റു √-1 എന്ന് എഴുതുക. ദാറ്റ്സ് √4 പോസിറ്റീവ് റൂട്ട് മാത്രം എടുക്കുക. 2 ഇൻറ്റു √-1 ഇപ്പോൾ 2i എന്ന് എഴുതിയാൽ. പൊതുവായി പറഞ്ഞാൽ √-a ഈക്വൽ ടു √a ഇൻറ്റു √-1 ആയിരിക്കും. ഈക്വൽ ടു √ai എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഇതുപയോഗിച്ച് ഏത് നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് എഴുതാവുന്ന ചില ഐഡൻറ്റിറ്റീസ് നോക്കാം. അടുത്തത് ഐഡൻറ്റിറ്റീസ്. ഇപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ ചില ഐഡൻറ്റിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. a+b² ഈക്വൽ ടു a² പ്ലസ് 2ab പ്ലസ് b² എന്നുള്ള രൂപത്തിൽ a² പ്ലസ് 2ab പ്ലസ് b². ഇതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലും ഇതേ ഐഡൻറ്റിറ്റീസ് ഒക്കെ വാലിഡ് ആണ്. അതായത് z1 പ്ലസ് z2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു z1² പ്ലസ് 2z1 z2 പ്ലസ് z2 സ്ക്വയർ. ദെൻ z1 മൈനസ് z2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു z1² മൈനസ് 2z1 z2 പ്ലസ് z2 സ്ക്വയർ. Then z1 plus z2 the whole cube equal to z1 cube
പ്ലസ് 3z1 സ്ക്വയർ z2 പ്ലസ് 3z1 ഇൻറ്റു z2 സ്ക്വയർ പ്ലസ് z2 ക്യൂബ്. അതുപോലെ z1 സ്ക്വയർ മൈനസ് z2 സ്ക്വയർ ഈക്വൽ ടു z1 പ്ലസ് z2 ഇൻറ്റു z1 മൈനസ് z2. ഓർക്കുക, റിയൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എസ് മൈനസ് വൈ എന്ന് പഠിച്ചത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള ഐഡൻറ്റിറ്റിയാണ് z1 സ്ക്വയർ മൈനസ് z2 സ്ക്വയർ ഈക്വൽ ടു z1 പ്ലസ് z2 ഇൻറ്റു z1 മൈനസ് z2. അപ്പോൾ ഇതുപോലെ റിയൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഒക്കെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കാര്യത്തിലും വാലിഡാണ്. ചിലപ്പോൾ ചില കോംപ്ലക്സ് നമ്പേഴ്സിൽ റിയൽ പാർട്ട് ഉണ്ടാവണമെന്നില്ല. ഉദാഹരണമായിട്ട് z ഈക്വൽ ടു 5y എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിയൽ പാർട്ടില്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ a+ib രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ 0 + 5y എന്ന് എഴുതണം. ഇതിൻ്റെ റിയൽ പാർട്ട് റിയൽ z ഈക്വൽ ടു 0 ആണ്, ഇമാജിനറി പാർട്ട് ഓഫ് z ഈക്വൽ ടു 5 ആണ്. ദെൻ z1 ഈക്വൽ ടു i എന്ന് പറഞ്ഞാലോ ഇവിടെ 0 + 1i ആണിത്, 0 + 1i. ദെൻ റിയൽ പാർട്ട് ഓഫ് z1 ഈക്വൽ ടു 0, ഇമാജിനറി പാർട്ട് ഓഫ് z1 ഈക്വൽ ടു 1. അതുപോലെ z2 ഈക്വൽ ടു 5 എന്ന് തന്നു കഴിഞ്ഞാൽ ഇതിനെയും നമുക്കൊരു കോംപ്ലക്സ് നമ്പറായിട്ട് എഴുതാം. ഈക്വൽ ടു 5 + 0i എന്ന് എഴുതിയാൽ മതി, 5 + 0i. ഇവിടെ റിയൽ പാർട്ട് z2ൻ്റെ റിയൽ പാർട്ട് 5ഉം ഇമാജിനറി പാർട്ട് 0യുമാണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇവിടെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് 0 ആയിട്ടുള്ളതിനെ പ്യുവർലി റിയൽ നമ്പർ എന്ന് പറയുന്നു. ആദ്യത്തെ 2 എണ്ണം, ഈ കാണിച്ച 2 എണ്ണം അതിനകത്ത് ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെ പ്യുവർലി ഇമാജിനറി നമ്പർ എന്നും പറയാം. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ 0യെ നമുക്ക് എങ്ങനെ എഴുതാം? 0യെ നമുക്ക് കോംപ്ലക്സ് ഫോമിൽ 0 + i0 എന്ന് എഴുതാം. ഇവിടെ റിയൽ പാർട്ടും 0യുമാണ്, ഇമാജിനറി പാർട്ടും 0യുമാണ്. റിയൽ പാർട്ട് ഓഫ് z3 ഈക്വൽ ടു 0, ഇമാജിനറി പാർട്ട് ഓഫ് z3 ഈക്വൽ ടു 0. ഇനി നമുക്ക് ഒരു പ്യുവർലി റിയൽ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എഴുതുന്നതെന്ന് നോക്കാം. അതായത് അതിന് ഇമാജിനറി പാർട്ട് ഉണ്ടാവില്ല. ലെറ്റ് z ഈക്വൽ ടു 5. അപ്പോൾ z ഈക്വൽ ടു 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 0i എന്ന് എഴുതാം, 5 + 0i. അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എഴുതുമ്പോൾ z ഈക്വൽ ടു കോഞ്ചുഗേറ്റിന് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 5 - 0 എന്ന് വരും. ദെൻ ഇവിടെ 0 ആയതുകൊണ്ട് ഇമാജിനറി പാർട്ട് 0 ആയതുകൊണ്ട് ഇത് 5 തന്നെയായിരിക്കും. അതായത് ഒരു പ്യുവർലി റിയൽ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് അത് തന്നെയായിരിക്കും. ഇനി ഒരു പ്യുവർലി ഇമാജിനറി നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ലെറ്റ് z1 ഈക്വൽ ടു 2i, z1 ഈക്വൽ ടു 2i. അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എഴുതുന്നതിന് ആദ്യം ഇതിനെ a+ib എന്നുള്ള രൂപത്തിൽ എഴുതാം. ഈക്വൽ ടു 0 + 2i. റിയൽ പാർട്ട് ഇല്ല, അതുകൊണ്ട് റിയൽ പാർട്ട് 0 ആയിട്ട് കൊടുത്തു. ദെൻ z1ൻ്റെ കോഞ്ചുഗേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക, ദാറ്റ് ഈസ് 0 - 2i, ദാറ്റ്സ് ഈക്വൽ ടു -2i. അപ്പോൾ പ്യുവർലി ഇമാജിനറി ആയിട്ടുള്ള ഒരു നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എഴുതാൻ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് z ഈക്വൽ ടു i. z i ആണെങ്കിൽ z അതിൻ്റെ കോഞ്ചുഗേറ്റ് -i ആയിരിക്കും. ലെറ്റ് z ഈക്വൽ ടു -i, ദെൻ z ബാർ അതിൻ്റെ കോഞ്ചുഗേറ്റ് i ആവും. ഇനി അതുപോലെ ഒരു കോംപ്ലക്സ് നമ്പറിനെ നെഗറ്റീവ് എഴുതുന്നത് അങ്ങനെയൊന്ന് നോക്കാം. ലെറ്റ് z ഈക്വൽ ടു a+ib, ദെൻ -z ഈക്വൽ ടു, ഇപ്പം -z കിട്ടാനായിട്ട് റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും നെഗറ്റീവ് എഴുതണം. -a പ്ലസ് i ഇൻറ്റു -b എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം -a - ib. ഇപ്പോൾ റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യണം എന്ന് ഓർക്കുക. ഉദാഹരണമായിട്ട് ലെറ്റ് z ഈക്വൽ ടു 2 + 3i, ദെൻ -z ഈക്വൽ ടു റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നു, ദാറ്റ് ഈസ് -2 - 3i എന്ന് വരും. മറ്റൊരു എക്സാമ്പിളായിട്ട് ലെറ്റ് z ഈക്വൽ ടു 1 - 2i, ദെൻ -z ഈക്വൽ ടു റിയൽ പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -1, ദെൻ ഇമാജിനറി
പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -2 + 2 ആവും. അപ്പോൾ -1 + 2y എന്ന് വരും. ഓർക്കുക, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ നെഗറ്റീവ് എഴുതാൻ അതിൻ്റെ റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യുക. ഇനി ഏതാനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1. Write the real and imaginary parts of the complex number -3 plus root of -7. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് -3 plus root of -7 എന്നാണ്. ഈ റൂട്ട് ഓഫ് -7നെ നമ്മൾ രൂപമാറ്റം വരുത്തി എഴുതണം. നമുക്കറിയാം റൂട്ട് ഓഫ് -7 നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് നമുക്കറിയാം √7 × റൂട്ട് ഓഫ് -1. റൂട്ട് ഓഫ് -7 = √7 × √-1. ദാറ്റ്സ് ഈക്വൽ ടു √7i എന്ന് വരും. റൂട്ട് ഓഫ് -1ൻ്റെ വാല്യൂ i ആണ്. അപ്പോൾ ദിസ് ഈക്വൽ ടു -3 + √7i. ഇനിയിപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് എഴുതാമല്ലോ. ലെറ്റ് z ഈക്വൽ ടു -3 + √7i. ദെൻ റിയൽ പാർട്ട് ഓഫ് z ഈക്വൽ ടു -3. ദെൻ ഇമാജിനറി പാർട്ട് ഓഫ് z ഈക്വൽ ടു √7 ഐയുടെ കൂടെ വരുന്ന നമ്പർ. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ 1 + i√3. അപ്പോൾ നമുക്ക് ഈ 1 + i√3 z എന്ന് എടുക്കാം. ലെറ്റ് z ഈക്വൽ ടു 1 + i√3. ദെൻ മോഡുലസ് ഓഫ് z ഈക്വൽ ടു, നമുക്കറിയാം മോഡുലസ് ഓഫ് z ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് z സ്ക്വയർ. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, ഇവിടുത്തെ റിയൽ പാർട്ട് 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഇവിടെ √3 ആണ്. അപ്പോൾ √3യുടെ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + √3യുടെ സ്ക്വയർ 3. ദാറ്റ്സ് ഈക്വൽ ടു √4 ഈക്വൽ ടു 2. മോഡുലസ് വാല്യൂ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ മോഡുലസ് 2. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് 2 + i/2 - i ഇൻ ദി ഫോം a + ib. അപ്പോൾ നമുക്ക് 2 + i/2 - iയെ a + ib രൂപത്തിൽ എഴുതണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് പാർട്ടിനെ ഒഴിവാക്കാനായിട്ട് ഡിനോമിനേറ്ററിനെ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 + i/2 - i ഇൻറ്റു ഡിനോമിനേറ്ററിനെ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വാല്യൂവിന് വ്യത്യാസം വരായിരിക്കാൻ ന്യൂമറേറ്ററിനെയും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഇൻറ്റു 2 - iയുടെ കോഞ്ചുഗേറ്റ് 2 + i. 2 + i/2 + i. ദാറ്റ്സ് ഈക്വൽ ടു 2 + i × 2 + i by 2 - i × 2 + i. ന്യൂമറേറ്റർ സാധാരണ കണക്ക് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 കൊണ്ട് ഇതിലെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 പ്ലസ് 2 × i, ദാറ്റ് ഈസ് 2i പ്ലസ് i × 2, അത് നമുക്ക് 2i എന്ന് എഴുതാം. ദെൻ i × i സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ നോക്കുക. a + ib × a - ib രൂപത്തിലാണ്. അല്ലെ z ബാർ a + ib × a - ib. ദാറ്റ്സ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. അല്ലെങ്കിൽ z ബാർ ഈക്വൽ ടു മോഡ് z സ്ക്വയർ ആണെന്ന് ഓർക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് റിയൽ പാർട്ടും ബി ഇമാജിനറി പാർട്ടും. അപ്പോൾ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ വരേണ്ടത്. ഏതിൻ്റെ എങ്കിലും ഒരെണ്ണത്തിൻ്റെ റിയൽ പാർട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് 2 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഇവിടെ നിന്ന് എടുക്കാം 1 സ്ക്വയർ. ഇവിടെ ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ വരുന്ന നമ്പറാണ്. നമ്പറൊന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് 1 ആയിട്ട് എടുക്കുക. ഇവിടെ നിന്നാണ് ഇമാജിനറി പാർട്ട് എടുക്കുന്നതെങ്കിൽ -1 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ 2 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഏതെടുത്താലും ഒരേ വാല്യൂ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് 4 പ്ലസ് 2i പ്ലസ് 2i 4i പ്ലസ് ഐയുടെ സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ i സ്ക്വയർ ഉണ്ട്. i സ്ക്വയറിൻ്റെ വാല്യൂ -1 ബൈ 4 + 1. നോക്കുക, ഇവിടെ 4 ഉണ്ട് പ്ലസ് -1 ഉണ്ട്. 4 -1 കൂടെ കൂട്ടിയാൽ 3 പ്ലസ് 4i/5 എന്ന് വരും. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്താൽ 3/5 പ്ലസ് 4/5 ആയി. ഇപ്പോൾ തന്നിരുന്ന കോംപ്ലക്സ് നമ്പർ 2 + i/2 - iയെ a + ib എന്ന രൂപത്തിൽ എഴുതി. a ഈസ് ഈക്വൽ ടു 3/5 ആൻഡ് b ഈക്വൽ ടു 4/5. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 + 4i. അപ്പോൾ നമുക്കറിയാം z ഇൻവേഴ്സ് ഈക്വൽ ടു
ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ ആണ്. ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇസഡ് എന്താണെന്ന് നോക്കുക. ഇസഡ് ഈക്വൽ ടു 3+4i. ദെൻ ഇസഡ് ബാർ, ഇസഡിൻ്റെ കോഞ്ചുഗേറ്റ് കിട്ടാൻ ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3 - 4i. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. ദെൻ മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 3² പ്ലസ് 4². ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 + 16 ഈക്വൽ ടു √25. സ്ക്വയർ റൂട്ട് കാണേണ്ട കാര്യമില്ല, കാരണം നമുക്കിവിടെ മോഡുലസ് ഓഫ് ഇസഡിൻ്റെ സ്ക്വയർ യൂസ് ചെയ്യേണ്ടത്. ദെൻ 3+4i ഇൻവേഴ്സ് ഈക്വൽ ടു ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇസഡ് ബാർ എന്തോരും 3 - 4i ബൈ മോഡ് ഇസഡിൻ്റെ സ്ക്വയർ √25ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് 25. ദാറ്റ്സ് ഈക്വൽ ടു 3/25 - 4/25i. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇസഡ് ഇൻവേഴ്സ് ഈക്വൽ ടു ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ i⁻18 ഈക്വൽ ടു ഡാഷ്. അപ്പോൾ നമുക്ക് i⁻18 സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 18 എന്നുള്ളത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 18 തൊട്ട് പുറകിൽ വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക, 16 ആണ്. അപ്പോൾ i⁻16 × i² നമുക്ക് എഴുതാം. i⁻16 × i². ദാറ്റ്സ് ഈക്വൽ ടു i⁻16ൻ്റെ വാല്യൂ 1, 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഐയുടെ പവർ വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണെന്ന് ഓർക്കുക. 1 × i² വാല്യൂ -1. ദാറ്റ്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. i⁻18ൻ്റെ വാല്യൂ -1. അടുത്തത് i⁻−35 ഈക്വൽ ടു ഡാഷ്. അപ്പോൾ ഓർക്കുക i⁻−35 ഈക്വൽ ടു നമുക്ക് a⁻−n ഈക്വൽ ടു 1/a⁻n എന്ന് എഴുതാം. അപ്പോൾ i⁻−35 ഈക്വൽ ടു 1/i⁻35. ഇനി ഇത് ഷോർട്ട് കട്ടിലൂടെ കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ എളുപ്പമാർഗം ഡിനോമിനേറ്ററിൽ ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ 35 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷേ 36 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ i⁻36 ആവും. വാല്യൂവിന് വ്യത്യാസം വരായിരിക്കാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/i⁻35 ഇൻറ്റു i/i. ദാറ്റ്സ് ഈക്വൽ ടു ന്യൂമറേറ്റർ ഐ, ഡിനോമിനേറ്റർ i⁻36. ദാറ്റ്സ് ഈക്വൽ ടു i/i⁻36ൻ്റെ വാല്യൂ 1 ഈക്വൽ ടു i എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എളുപ്പമാർഗം. എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലെ ഐയുടെ പവറിനെ 4ൻ്റെ മൾട്ടിപ്പിളാക്കി മാറ്റാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ദി കോംപ്ലക്സ് നമ്പർ 3 - √−16 ബൈ 1 - √−9 ഇൻ ദി ഫോം a+ib. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണ്. 3 - √−16 ബൈ 1 - √−9. അപ്പോൾ ഇവിടെ ഐ ഇല്ല. നമുക്ക് ഈ തന്നിരിക്കുന്ന റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതിനെ ഐ ഉപയോഗിച്ച് മാറ്റി എഴുതണം. അപ്പോൾ അവർക്ക് √−16 ഈക്വൽ ടു √16 × √−1 ആണ്. √16 എൻ്റെ പോസിറ്റീവ് റൂട്ട് എടുത്താൽ 4, √−1 i, അപ്പോൾ 4i എന്ന് കിട്ടും. ദെൻ √−9 ഈക്വൽ ടു √9 × √−1. ദാറ്റ്സ് ഈക്വൽ ടു √9 എത്രയാണ്? 3. പോസിറ്റീവ് റൂട്ട് മാത്രം എടുത്താൽ മതി, 3. ദെൻ √−1 i, അപ്പോൾ 3i എന്നും കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? 3 - 4i ബൈ 1 - 3i എന്ന് എഴുതാം. 3 - 4i ബൈ 1 - 3i. ഇനി ഇപ്പോൾ ഫ്രാക്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് പാർട്ടിനെ ഒഴിവാക്കാനായിട്ട് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 3 - 4i ബൈ 1 - 3i ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് 1 + 3i. 1 + 3i ബൈ 1 + 3i. This equal to 3 - 4i into 1 + 3i by 1 - 3i into 1 + 3i. Then this equal to ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് ഇതിലെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3 × 1 പ്ലസ് 3 × 3i 9i. ദെൻ അടുത്ത് നോക്കാം, -4i × 1 ആണ്. അപ്പോൾ -4i. -4i × +3i ആണ്. അപ്പോൾ -4 × +3 വരുമ്പോൾ വരും
-12, -4 × 3 -12 വരും. ദെൻ I × I സ്ക്വയർ, അപ്പോൾ -12I² എന്ന് വരും. ബൈ ഡിനോമിനേറ്റർ നോക്കുക, ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റുമാണ്. അപ്പം Z ബാർ ഈക്വൽ ടു മോഡ് Z സ്ക്വയർ ആണെന്ന് ഓർക്കുക. മോഡുലസ് ഓഫ് ഇസഡിൻ്റെ സ്ക്വയർ. ഇവിടെ Z ആയിട്ട് നമുക്ക് 1 + 3i എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ, മോഡുലസിൻ്റെ സ്ക്വയർ എന്ത് വരും? റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എഴുതിയാൽ മതി. ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, A+IB × A-IB ഈക്വൽ ടു A² + B² എന്നോർക്കുക. അതായത് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഇപ്പോൾ റിയൽ പാർട്ട് 1² പ്ലസ് ഇമാജിനറി പാർട്ട് 3². ദാറ്റ്സ് ഈക്വൽ ടു 3 × 1 3. ദെൻ 9i - 4i ഇടുക, ദാറ്റ്സ് +5i വരും. ദെൻ -12 × I², -12 × I² വാല്യൂ -1 ബൈ 1 + 3² 9. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, -12 × -1 ഉണ്ട്, ദാറ്റ് ഈസ് +12 വരും. അപ്പോൾ 3 + 12 + 5i / 10 എന്ന് വരും, ഈക്വൽ ടു 15 + 5i / 10. ദാറ്റ്സ് ഈക്വൽ ടു, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് 15 / 10 + 5 / 10 ആയി. അപ്പോൾ നമുക്ക് തന്നിരുന്ന കോംപ്ലക്സ് നമ്പറിനെ A+IB എന്ന രൂപത്തിൽ എഴുതി. എയുടെ സ്ഥാനത്ത് 15/10 ബിയുടെ സ്ഥാനത്ത് 5/10. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കോംപ്ലക്സ് നമ്പർ 2+i / 1+i × 1 - 2i ഇൻ ദി ഫോം A+IB. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ നോക്കുക, 2+i / 1+i × 1 - 2i. ഇപ്പോൾ ഡിനോമിനേറ്ററിലെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിനോമിനേറ്ററിലെ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് കാണാം. 1+i × 1 - 2i ഈക്വൽ ടു, സാധാരണ കണക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 × 1 1, ദെൻ 1 × -2i -2i, i × 1 +i, ദെൻ i × -2i, ദാറ്റ് ഈസ് -2i² എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു, നോക്കുക, 1, ദെൻ -2i + i, -2 + 1 -1 ആണെന്ന് ഓർക്കുക. അപ്പോൾ -1i എന്ന് വരും. ദാറ്റ് ഈസ് -i എന്ന് വേണമെങ്കിലും എഴുതാം നമുക്കിത്. ദെൻ -2 × I² -1, ദാറ്റ്സ് ഈക്വൽ ടു, -2 × -1 +2 വരും. -2 × -1 +2 ആണ്. അപ്പോൾ 1 + 2, ദെൻ -1i -i എന്ന് എഴുതുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 3 - i എന്ന് വരും. ഇപ്പോൾ ഡിനോമിനേറ്റർ 3 - i ആയി. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ 2+i / 1+i × 1 - 2i ഈക്വൽ ടു 2+i / 3 - i. ഇനി നമുക്ക് ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് പാർട്ടിനെ ഒഴിവാക്കാനായിട്ട് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2+i / 3 - i ഇൻറ്റു ഡിനോമിനേറ്റർ നോക്കുക 3 - i, അതിൻ്റെ കോഞ്ചുഗേറ്റ് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി, 3+i വരും. അപ്പോൾ 3+i / 3+i, ദാറ്റ്സ് ഈക്വൽ ടു, ദെൻ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 × 3 6 പ്ലസ് 2 × i 2i, ദെൻ i × 3 + 3i, ദെൻ i × i + i² ബൈ 3 + i × 3 - i, 3 - i × 3+i എന്നുള്ളത് 3+i × 3 - i എന്ന് എഴുതാം. അതായത് A+IB × A-IB എന്നുള്ള രൂപത്തിലാണ്. അതിൻ്റെ A+IB × A-IB ഈക്വൽ ടു A² + B² ആണ്. അല്ലെങ്കിൽ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. റിയൽ പാർട്ട് 3ഉം, ദാറ്റ് ഈസ് 3² പ്ലസ് ഇവിടെ ഇമാജിനറി പാർട്ട് 1² ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് I² വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്ക് 6 - 1 എന്ന് എഴുതാം, അല്ലെ 6 + -1 ഒന്നിച്ചെഴുതുന്നേ ഉള്ളൂ. ദെൻ 2i + 3i + 5i ബൈ 3² 9 + 1 ഈക്വൽ ടു 6. 6 + -1 എത്രയാണ്? 5. 5 + 5i / 10 എന്ന് വരും. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5/10 + 5/10 ആയി എന്നായി. അപ്പോൾ നമുക്ക് തന്ന കോംപ്ലക്സ് നമ്പറിനെ A+IB എന്ന രൂപത്തിൽ എഴുതി. എയുടെ സ്ഥാനത്ത് 5/10, ബിയുടെ സ്ഥാനത്തും 5/10. ഓക്കെ.